ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അത് XNS MT5 എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എക്സ്പെർട്ട് അഡ്വൈസർ അല്ലെങ്കിൽ ബോട്ട് അല്ലെങ്കിൽ ആൽഗോ ട്രേഡിംഗ് എങ്ങനെ ചെയ്യാം, MT5 കണക്ട് ചെയ്യാം ജസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു നമുക്ക് MT5 മാർക്കറ്റിൽ നിന്നും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ XNSൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ഫോറക്സുമായി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് XNSൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ റിയൽ അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് റിയൽ മണി എടുത്തിട്ട് ഞാൻ എടുക്കുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ, പ്രീമിയം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് ഈ ഒരു വാട്സപ്പിൽ അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ XNSൻ്റെ ബ്രോക്കറുടെ ടെർമിനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് MT5 ലോഗിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കാണാം. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെയാണ് ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ടൈം ഫ്രെയിമുകൾ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുക, ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇവിടെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ EUR/USD ഉണ്ട്, AUD USD, NSD/USD നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. NSD/USD അതുപോലെ തന്നെ നിങ്ങൾക്ക് GBP/USD അങ്ങനെ ഏത് പെയർസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്പ്രെഡ് ഇവിടെ കാണാൻ പറ്റും. സ്പ്രെഡ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോളം എന്നുള്ളത് പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏത് സാധനമാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്പ്രെഡ് ടൈം, അതുപോലെ തന്നെ ബിഡ് പ്രൈസ്, ആഡ് പ്രൈസ്, വോൾട്ടാലിറ്റി, തീറ്റ, ഡെൽറ്റ, അങ്ങനെ ഗാമ, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ബിഡും മാസ്കും അതുപോലെ സ്പ്രെഡും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്പ്രെഡ് XNSൽ 16 ഇതാണ് വരുന്നത്. ഇപ്പോൾ 16 പിപ്പ് എന്ന് പറയുമ്പോൾ 133.47 ബിഡെങ്കിൽ 33.47.16 ആയിരിക്കും അതിൻ്റെ ആസ്ക് പ്രൈസ്. ആ രീതിയിലായിരിക്കും സ്പ്രെഡ് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു മിനിമം സ്പ്രെഡാണ് വരുന്നത്. നോർമൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ടാണ്. പിന്നെ സീറോ സ്പ്രെഡ് അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അക്കൗണ്ട് മാറ്റി നാവിഗേറ്റർ എന്ന് പറഞ്ഞ ഭാഗത്ത്. ഇപ്പോൾ ഈ നാവിഗേറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് വ്യൂവിൽ പോയിട്ട് നിങ്ങൾക്ക് നാവിഗേറ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സിമ്പിള് നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ച ഡെമോ അക്കൗണ്ട് ട്രേഡ് കാണിച്ച 2 ട്രേഡുകൾ, ഒരു ബൈയും സെല്ലും, ഒരു എഡ്ജ് പൊസിഷനാണ്. അതിൽ ആ ഒരു ട്രേഡാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ട്രേഡിൻ്റെ നമ്മുടെ ബാലൻസ്, ഇക്വിറ്റി ബാലൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. അതാണ് ഇവിടെ ചാർട്ടും കാര്യങ്ങളിട്ടും. ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും ന്യൂ ഓർഡർ എന്നുള്ളത്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും, ബൈയും സെല്ലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതല്ല ഇവിടെ വിഷയം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യുന്ന ആൽഗോ ട്രേഡിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ എക്സ്പെർട്ട് അഡ്വൈസർ എന്ന് പറഞ്ഞ ഭാഗത്താണ് നമുക്ക് ഇഎകൾ വരിക. അവിടെ 2 ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷോപ്പിംഗ് ബാഗിൻ്റെ ഒരു ചിഹ്നം കാണാം. അവിടെയാണ് നമുക്ക് ഓപ്പൺ MQL5 മാർക്കറ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണിക്കാം. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെയായിരിക്കും കാണിക്കാം. അതിൽ ഒരുപാട് ഇഎകൾ കാണാം. ഇതിൽ മോസ്റ്റ് റേറ്റഡ് ഒക്കെ കാണാം. അതുപോലെ നല്ല റേറ്റ് കൊടുക്കേണ്ട ഇഎകളുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂകളൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അത് ഡെമോ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേറ്റവും മോസ്റ്റഡ് $1200 ഒരു ഉണ്ട്. അതിൻ്റെ 162 ഇതുണ്ട്. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന നോക്കാം. ഇവിടെ ഫ്രീ എന്നുള്ള ക്ലിക്ക് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് ആണ് എന്നുള്ളതൊക്കെ. ഇവിടെ നോഡ് ന്യൂട്രൽ MT5 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ അത് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഡാർക്ക് വെന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കാണാം. ഡാർക്ക് വെന്യൂ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ട്രേഡിംഗ് ആണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ്, അതിൽ മെയിനായിട്ട് നിങ്ങൾ ഓവർവ്യൂ കൊടുത്ത് വായിച്ചു നോക്കണം എന്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് ഏത് സ്ക്രിപ്റ്റിനാണെന്ന് യൂറോ USD ഉണ്ട്, GBP USD ഉണ്ട്, AUD USD ഉണ്ട്, USD CAD ഉണ്ട്. ഈ 4 സ്ക്രിപ്റ്റിന് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ടൈം ഫ്രെയിം M5 മിനിമം നമ്മൾ 5 മിനിറ്റിൻ്റെ ചാർട്ടിൽ 5 മിനിറ്റാണ് ചെയ്യേണ്ടത്. അതുപോലെ 15 മിനിറ്റ്, രണ്ട് ഏതെങ്കിലും ഒന്ന് ആക്കിയാൽ മതി. അതാണ് ഡാർക്ക് വെന്യൂ എൻ്റെ. അത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ ആഡ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ജസ്റ്റ് വേറെ ഏതെങ്കിലും ഇത് നോക്കാം. അതുപോലെ തന്നെ ഗോൾഡൻ 100 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് നോക്കുക. അതെങ്ങനെയാണ്, അത് ഇൻഡിക്കേറ്ററായിട്ട് വരുന്നുണ്ട്, അതുപോലെ ട്രേഡിംഗ് ആയിട്ടും വരുന്നുണ്ടാവും. ഇതൊക്കെ ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ എക്സ്പേർട്ട് അഡ്വൈസർ ആവേണ്ടത്. അതിൽ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് വെന്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഹെഡ്ജിങ് വരുന്ന ഉണ്ട്, സെല്ല് ബൈ സെല്ല് ഈ രീതിയിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഫ്രീ. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഡാർക്ക് മൂണാണ്. ഞാൻ ഡാർക്ക് വെന്യൂ എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. ഡാർക്ക് മൂൺ ഇവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ അത് വായിച്ച് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ റിയൽ അക്കൗണ്ട് ചെയ്തിട്ടില്ല, ഡെമോയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് ടെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഡാർക്ക് വെന്യൂ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് നിങ്ങളെ മെയിൽ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് വരുന്നത് ഈ ഒരു ഇതാ വരുക, എനേബിൾഡ് മെറ്റാട്രേഡർ VPS. മെറ്റാട്രേഡർ VPS വേണമെന്നുണ്ടെങ്കിൽ ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡാർക്ക് വെന്യൂ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ യൂറോ USD ഉണ്ട്, ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം നോക്കാം. അപ്പോൾ ഡാർക്ക് വെന്യൂവിൽ സ്ക്രിപ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് യൂറോ USD, GBP USD, AUD USD, USD CAD. അപ്പോൾ ഇത് റിവ്യൂ വായിച്ചു നോക്കുക. ഏറ്റവും കൂടുതൽ ഏത് സ്ക്രിപ്റ്റിനാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എന്ന് ഇതിൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. XAUSD കൊടുത്തിട്ടുണ്ട്. XAUSD വലിയ റിസൾട്ട് കിട്ടാൻ സാധ്യതയല്ല. കാരണം അപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഇത് ഓണാക്കി നോക്കാം. നമുക്ക് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന യൂറോ USD കൊടുക്കാം. അപ്പോൾ യൂറോ USD കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ചാർട്ടിലേക്ക് വരണം. ചാർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ചാർട്ടിൽ യൂറോ USD കൊടുത്തിട്ടുണ്ട്, ആ യൂറോ USD കൊടുക്കാം. ചാർട്ട് ഇതാണ്. ചാർട്ടിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 5 മിനിറ്റ് ആണ് ചെയ്യേണ്ടത്. 5 മിനിറ്റിൽ ഇട്ട് വെക്കുക ചാർട്ട്. അതിനുശേഷം ഇവിടെ ഈ ഒരു ആൽഗോ ട്രേഡിംഗ് എന്നുള്ളതുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആൽഗോ ട്രേഡിംഗ് ഗ്രീൻ ആവും. ഇനി ഈ ഒരു ഡാർക്ക് വെന്യൂ ആണ്. ഡാർക്ക് വെന്യൂ നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് ജസ്റ്റ് വലിച്ചിട്ടാൽ മതി. അപ്പോൾ നമുക്കിവിടെ കാണാം, അതിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ റിസ്ക് റിവാർഡും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൊടുക്കുന്നത്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എന്തായി, ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഡാർക്ക് വെന്യൂ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. ഇവിടെ ഡാർക്ക് വെന്യൂ MT5 എന്നിട്ട് ഒരു ചിഹ്നം കാണാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കാതെ തന്നെ, നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇനി എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും. ഈ 5 മിനിറ്റ് കൊടുത്തിരിക്കുന്നത് 5 മിനിറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിൽ ഇതിൽ 0.01 ലോട്ടിലായിരിക്കും ട്രേഡിങ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് 5 മിനിറ്റ് ചാർട്ടിനനുസരിച്ചായിരിക്കും ഇത് വർക്കാവും. അപ്പം ഇങ്ങനെയാണ് ഒരു നമ്മൾ MT5ലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഒരു നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രാറ്റജി ടെസ്റ്റർ എന്നുള്ളത് കാണാം. വ്യൂവിൽ പോയി കഴിഞ്ഞാൽ സ്ട്രാറ്റജി ടെസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെച്ചിട്ട് കഴിഞ്ഞ ഡാറ്റകൾ നമുക്ക് സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡെമോ അക്കൗണ്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് വർക്ക് ആവുന്നുണ്ടോ നോക്കുക ഓരോ യും. അപ്പോൾ അതിലെങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, റിയൽ അക്കൗണ്ടിലേക്ക് മാറ്റിയപ്പോൾ എങ്ങനെയാണ് ഒരു
ആഡ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ചിലപ്പോൾ സമയം പിടിക്കും. പല രീതിയിലാണ് മാർക്കറ്റ്. ആ 5 മിനിറ്റിൻ്റെ ക്യാനിനനുസരിച്ചാണ്. അപ്പോൾ അത് നമ്മൾ 1 മിനിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് 1 മിനിറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും എൻട്രി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത് 5 മിനിറ്റാണ്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന 5 മിനിറ്റ് തന്നെ നിങ്ങൾ ചാർട്ട് ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ്? ഇപ്പോൾ ഇതിന് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആൽഗോ ട്രേഡിങ് ഓഫ് ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇത് കാണാം. ഇവിടെ ഡാർക്ക് വെന്യൂ MT5 എന്നുള്ളത് ഇങ്ങനെ ഒരു ഗ്രേ കളറിലായിരിക്കും. മറ്റേത് ഓൺ ആക്കുമ്പോൾ നമുക്കൊരു ബ്ലൂ കളറിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ട്രേഡ് എടുക്കുക. ഇവിടെ ആൽഗോ ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എത്രയാണ് കാര്യങ്ങൾ. തീർച്ചയായും ഈ ഒരു ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ ചോദിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, മറ്റൊരു കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.